ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പ് ചെലവിൽ വ്യക്തത വരുത്താതെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഓഡിറ്റ് റിപ്പോർട്ടിലെ 10 കോടി എസ്റ്റിമേറ്റ് ചെലവ് മാത്രമെന്നാണ് ബോർഡ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇതിനിടെ സംഗമത്തിന് അദാനി സ്പോൺസർ തുക 1 മാസത്തിനുള്ളിൽ കൈമാറുമെന്ന് അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിവരങ്ങൾ. SKN ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചെലവ് കണക്കിൽ അവ്യക്തത വളരെ ശക്തമായി തുടരുകയാണ്. ഏതാണ് കൃത്യമായ കണക്ക്, എത്ര തുകയാണ് ചെലവായത്, ആരൊക്കെയാണ് സ്പോൺസർഷിപ്പിന് വേണ്ടി പണം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിലാണ് പൂർണ്ണമായും അവ്യക്തത നിലനിൽക്കുന്നത്. എന്നാൽ CPIM-ഉം ബോർഡ് അധികൃതരും ഇപ്പോൾ നിരത്തുന്ന ന്യായീകരണം എസ്റ്റിമേറ്റ് തുകയുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് പുറത്തു വന്നത്. യഥാർത്ഥ ചെലവ് കണക്ക് 5 കോടി രൂപയിൽ താഴെയാണ് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരും CPM നേതാക്കളും അവകാശപ്പെടുന്നത്. ഇന്നലത്തെ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചകളിലും മറ്റും CPM നേതാക്കൾ ആവർത്തിച്ച് ഉന്നയിച്ചിരുന്ന വാദവും അതാണ്. അതായത് വാർത്ത തെറ്റാണ്, എസ്റ്റിമേറ്റ് കണക്കിനെ യഥാർത്ഥ ചെലവായി കണക്കാക്കുന്നു എന്ന ആക്ഷേപമാണ് CPM നേതാക്കളും ബോർഡ് അധികൃതരും ഉന്നയിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച ചേരുന്ന ദേവസ്വം ബോർഡിൻ്റെ യോഗം ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്ത് വ്യക്തത വരുത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായിരുന്ന അദാനി പോർട്സ് പണം ഇതുവരെ കൈമാറിയിട്ടില്ല. 1 മാസത്തിനുള്ളിൽ കൈമാറുമെന്നാണ് അദാനി പോർട്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് അദാനി പോർട്സിൻ്റെ കുറ്റം കൊണ്ടോ കുഴപ്പം കൊണ്ടോ അല്ല, മറിച്ച് ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അദാനി പോർട്സിന് സമർപ്പിക്കുന്നതിന് വന്ന കാലതാമസമാണ്. 2 ആഴ്ച മുമ്പ് മാത്രമാണ് ബന്ധപ്പെട്ട രേഖകൾ അദാനി പോർട്സിന് സമർപ്പിച്ചത്. ഇങ്ങനെ ഈ രേഖകൾ സമർപ്പിക്കാൻ വൈകിയത് കൊണ്ടാണ് പണം നൽകാൻ താമസിച്ചത്. 1 കോടി രൂപയാണ് അദാനി പോർട്സ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി സ്പോൺസർഷിപ്പായി നൽകുന്ന തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.